അയ്യപ്പ ഭക്തിഗാനം അതിനെ വികലമായിട്ട് ചിത്രീകരിച്ചു എന്നൊക്കെയാണ് CPM-ന്റെ വാദം. ഇതൊന്നും നമുക്ക് പുത്തരിയല്ലെന്ന് അവർക്ക് തോന്നണം, എന്നാലേ കുറച്ച് വില ഉണ്ടാവുള്ളൂ. CPM നടത്തുന്നത് കോമഡി അല്ല ശ്രീ മഞ്ജുഷ്, അവർ നടത്തുന്നത് ട്രാജഡിയാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഈ പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട് അത് എഴുതിയതും അല്ലെങ്കിൽ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരും ആരാണെന്നും അവരുടെ മതപശ്ചാത്തലം എന്താണെന്നും അടക്കമാണ് സൈബർ രംഗത്ത് സഹാക്കന്മാർ എഴുതി കുറിക്കുന്നത്. ഈ പാട്ട് ഇന്നും ഇന്നലെ അല്ലല്ലോ ശ്രീ മഞ്ജുഷ് വെളിയിൽ വന്നത്. ഈ പാട്ട് ഇലക്ഷന് മുമ്പ് വന്നതല്ലേ. ഇലക്ഷനിൽ ഈ ഗാനം ഇത്രമാത്രം വലിയ തിരിച്ചടി ഇവർക്ക് ഉണ്ടാക്കുമെന്നും ഇലക്ഷന്റെ മെയിൻ അജണ്ട അത് ശബരിമലയിലെ അയ്യപ്പന്റെ ദ്വാരപാലകരായ ഡെയ്റ്റി തന്നെയായ ദൈവം തന്നെയായ ദ്വാരപാലകരെ അടിച്ചു മാറ്റിയ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയും അടക്കമുള്ളവരായിരിക്കും സെൻട്രൽ അജണ്ട എന്ന് ഇവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. അത് തിരിച്ചറിഞ്ഞു റിസൾട്ട് വന്നപ്പോ. അതിനുശേഷമാണ് ഈ പാട്ട് എഴുതിയവരുടെ മതപശ്ചാത്തലം ഇവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അവിടെ ഒരു സുവർണാവസരം, BJP-യുടെ പഴയ ടേം ഉപയോഗിച്ചാൽ ഒരു സുവർണാവസരം കണ്ടുകൊണ്ട് ഇത് ചില മുസ്ലിം സഹോദരങ്ങളാണ് എഴുതിയത്, അവർ അയ്യപ്പന്റെ ഭക്തിഗാനത്തെ എന്തു ചെയ്തു, അവഹേളിച്ചു എന്ന കണക്കിന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഓരോരോ കഷ്ടപ്പാടുകളെ RSS-നെ സംഘപരിവാരത്തെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള ഈ പറയുന്ന കമ്മ്യൂണൽ ഫ്രാക്ഷൻ ഉണ്ടാക്കി ആ ഫ്രാക്ഷനിൽ നിന്ന് ഗുണമുണ്ടാക്കാനാണ് ഇവർ നോക്കുന്നത്. ഈശ്വര, ഒരു തന്തയ്ക്ക് ഗതികേട് വരരുത്. ഈ സഹാക്കന്മാർ പറയുന്നത് ഭക്തർക്ക് വലിയ വേദന ഉണ്ടാക്കി ഈ ഗാനം എന്നത് ആണ്. അവരുടെ ആ ടേക്ക് ശരിയാണ്, ഞാൻ അത് അംഗീകരിക്കുകയാണ്. ഭക്തന്മാർക്ക് ഒരുപാട് വേദന ഈ ഗാനം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് അയ്യപ്പ ഭക്തർക്കല്ല. ആ ഗാനം ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത് പിണറായി ഭക്തർക്കാണ് എന്നതാണ്. അയ്യപ്പന്റെ ദ്വാരപാലകർ, ആ ദ്വാരപാലകർ കാണാനില്ല എന്നും അതൊരു വില്ലിംഗ് പർച്ചേസർക്ക് വിറ്റു എന്നും ഹൈക്കോടതി കണ്ടെത്തിയ അവസരത്തിൽ രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അറസ്റ്റിൽ കിടക്കുമ്പോൾ നമ്മൾ എന്താ പാടേണ്ടത്? മറ്റേ കരിനിഴലാണ്, സൂര്യനാണ്, ചന്ദ്രനാണ്, പിണറായി സഹ നീണ വാഴുക എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ഇരുന്ന് ഒപ്പന കളിക്കണം എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇനിയും ഒരുപാട് ജനലക്ഷങ്ങൾ പാടും. കുഞ്ഞു കുട്ടികളുടെ പോലും മനസ്സിൽ, അവരുടെ പോലും നാവിൽ ഇന്നുള്ള ഗാനം ഇതാണ്. ഞാൻ ഇനി സ്വല്പം മ്യൂസിക് ആവാലോ. പോകുന്നതിന് മുമ്പ് നിന്റെ ആ സ്വരമാതിരി അവസാനമായി എനിക്കൊന്ന് കേൾക്കണം. ഏതായാലും ഇവർ ഈ പാട്ടാണല്ലോ ഇപ്പം ബഹിഷ്കരിക്കാൻ പോകുന്നത്. ഇത് അടുത്ത പാട്ട് പിടിച്ചോ. ശബരിമലയിൽ സ്വർണം കട്ടോണ്ടുപോയി എൻ അയ്യന്റെ പാലകരെ അടിച്ചു മാറ്റി, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ നിൻ വിഗ്രഹമതെങ്കിലും ഒറിജിനലാണോ? 10-60 വർഷത്തെ ജീവിതം ഒന്നും അല്ലാതായതുപോലെ ആയിപ്പോയി. ഒന്ന് പോയാൽ അടുത്തത് വരും. ഇതുപോലെ ഒരുപാട് പാട്ടുകൾ പാടി 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 ഇവിടുത്തെ കുട്ടികൾ, ഇവിടുത്തെ പ്രതിപക്ഷം, ഇവിടുത്തെ സാധാരണക്കാർ, ഇവിടുത്തെ വിശ്വാസി സമൂഹം അവർ ഈ സർക്കാരിനെ താഴെ ഇറക്കുന്നോടം വരെ പാടിക്കൊണ്ട് കിടക്കും. എവിടെ പോണം? കൂവി തുടങ്ങുമ്പോ ഇറങ്ങിയാ പോരെ. ശ്രീജിത്ത് പണിക്കരൊക്കെ ചിരിക്കുന്നുണ്ട്. എന്റെ ഗാനം അത്ര മോശമായി പോയത് കൊണ്ടാവാം. കണ്ണിന്റെ ഫീലിംഗാ, സന്തോഷം. ഞാൻ പ്രസംഗിക്കുമെന്നേ ഉള്ളൂ, പാടുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ ഇവന്മാർ നമ്മളെ കൊണ്ട് പാടിപ്പിക്കുകയാണ്. പാടാത്ത എന്നെ കൊണ്ട് പോലും പാടിപ്പിക്കുന്ന മാജിക്കാണ് പിണറായി സർക്കാരിന്റെ അഴിമതിയിൽ ഒളിച്ചിരിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം. ഇതാ അമ്പലത്തരം. എനിക്ക് സന്തോഷമായി. എന്റെ ദൗത്യം കഴിഞ്ഞു.